നിതിൻ രാജിന്റെ പിതാവും കുടുംബവും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തിയത് താങ്ങാനാകാത്ത നോവുമായി. അത് കണ്ടുനിന്നവർക്ക് സമാശ്വാസിപ്പിക്കാനാകാതെ അതിവൈകാരിക രംഗമായി മാറി. നിതിൻ രാജ് മരണപ്പെട്ട് 11ാം ദിവസമാണ് പിതാവ് രാജൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എത്തിയത്. എന്റെ കുഞ്ഞിനെ അവർ കൊന്നില്ലേ, എല്ലാവരും കൂടി ഇതിനാണോ നിന്നെ ഇവിടെ അയച്ചത് എന്ന പിതാവ് രാജന്റെ വിലാപം കണ്ടുനിന്നവർക്ക് സമാശ്വാസിപ്പിക്കാനാവാതെ അതിവൈകാരികമായിരുന്നു കോളേജിൽ ചേർക്കാൻ മകനോടൊപ്പം എത്തിയ ക്യാമ്പസിൽ ചൊവ്വാഴ്ച പിതാവ് വന്നത്. മകന്റെ വേർപാടിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായിട്ടായിരുന്നു. ആദ്യം ഒന്ന് പിടിച്ചു നിന്നെങ്കിലും പിന്നീട് കരഞ്ഞു തളർന്നു വീഴുകയായിരുന്നു. മകനെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നതല്ലേ, എനിക്ക് ആരെയും കാണേണ്ട. എന്റെ മോനെ വെള്ളം പോലും കുടിക്കാതെ അല്ലേ മരണപ്പെട്ടത്? കരച്ചിൽ അടക്കാനാകാതെ രാജൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പലിനെ കാണാനോ സംസാരിക്കാനോ നിൽക്കാതെ നിതിൻ വീണു മരിച്ച സ്ഥലം നോക്കി മടങ്ങുകയായിരുന്നു. അവനെ കണ്ടാ കുത്തിക്കൊല്ലോ, അവനെ എന്റെ മോനെ കൊന്നോനാ, അവനോ എല്ലാണ്ണത്തിന് അവനെ ആരെ കാണുന്നു. രാമൻ, വാർഡൻ, പ്രിൻസിപ്പാൾ, ശ്രീലേഖ എല്ലാണ്ണോ അത് പ്രതികളാണെന്ന് ഇതുവരെയും അറിഞ്ഞൂടെ? എല്ലാ പ്രതികളാണ്, എല്ലാം കൂടെ ടോർച്ചർ ചെയ്ത് അവനെ കൊന്നേയില്ല. കഴിഞ്ഞ 10-നായിരുന്നു അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് BDS 1ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശി നിതിൻ രാജിനെ വീണു മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അധ്യാപകരിൽ നിന്നുണ്ടായ ജാതി അധിക്ഷേപവും കൂട്ട വിചാരണയുമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.